എന്താണെങ്കിലും സമരപ്പന്തലിൽ നിന്ന് ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇവിടെ 3 തവണ പോലീസ് അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ വശം. ഞങ്ങൾക്ക് സബ്മിഷൻ ഇന്നലെ ഞങ്ങളുടെ ലോയർ നടത്തി. ഇന്നലെ പ്രോസിക്യൂഷൻ രാത്രി പുലർച്ചെ 3 മണിക്ക് പ്രോസിക്യൂഷൻ എതിർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് കോടതി ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് ചെയ്ത കാര്യങ്ങളും പോലീസിൻ്റെ രീതിയുമൊക്കെ അല്ലെങ്കിൽ പോലീസ് അവലംബിച്ച ശൈലിയുമൊക്കെ ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ ഉപവാസം കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ ഉന്നയിച്ച 4 കാര്യങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ വനമന്ത്രിയോട് ആരാഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇന്നലത്തെ പോലീസിൻ്റെ അക്രമം ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാർ ഇന്നലെ ഇവിടെ നിന്ന് വളരെ വൈകിയാണ് പിരിഞ്ഞത്. ഇന്നത്തേക്ക് കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. താങ്കളോടുള്ള ഒരു പകരം വീട്ടിലായി തോന്നുന്നുണ്ടോ? താങ്കളോടുള്ള ഒരു പക വീട്ടിലായി തോന്നുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സർക്കാരിൻ്റെ എല്ലാ സാധ്യതകളും അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പകരം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ദിവസമെങ്കിലും അകത്തിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ പോലീസ് എല്ലാ നിലയിലും പ്രവർത്തിച്ചത്. എന്നാൽ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. ഞാനൊക്കെ നിയമത്തിലും സത്യത്തിലും വിശ്വസിക്കുന്നതാണ്. ഞങ്ങളൊക്കെ ദൈവവിശ്വാസികൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തമ്പുരാൻ്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും സർക്കാരിൻ്റെ ഇതുപോലുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള കളികൾ വിജയിച്ചോളുന്നില്ല. മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നടപടിയായിട്ട് തന്നെയാണോ ഞങ്ങളത് ബലമായി സംശയിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ എത്രമേൽ ആലോചിച്ചിട്ടും എന്തിനാണ് പോലീസ് ഇങ്ങനെ 3 വട്ടം അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നിയമത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. മറ്റ് വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പോലീസിന്റെ സർക്കാരിന്റെ ശ്രമം ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്നൊക്കെയാണ് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞത്. എന്താണെങ്കിലും തീർത്തും അതിനാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതും അതൊക്കെ തന്നെയാണ്. തുടർ പ്രക്ഷോഭങ്ങൾ എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ കലുഷമാവുകയും ചെയ്യും.